പക്ഷെ അതിനേക്കാളും ഭയങ്കരമായിരിക്കുന്ന പാപം ദൈവം ഒന്നാമത് പാപം ദൈവമല്ലാത്തതിനെ ദൈവം എന്ന് വിളിക്കുന്ന. അതെ. അതുകൊണ്ടാണല്ലോ ഒന്നാമത്തെ കൽപ്പന. അല്ലെങ്കിൽ ദൈവത്തിന് പറയാറുണ്ടല്ലോ, വ്യഭിചാരം ചെയ്യരുന്നുള്ള നിയമം ആദ്യം കൊടുക്കാറുണ്ടല്ലോ, ഉം. കൊലവ ചെയ്യരുന്നുള്ള നിയമം ആദ്യം കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ എല്ലാ വിഷയങ്ങളുടെയും ആരംഭം ദൈവമല്ലാത്തതിനെ ദൈവം എന്ന് ഭജിച്ച് ആരാധിക്കുന്ന. അപ്പോൾ അതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വിളിപ്പാൻ യോഗ്യൻ ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്പിരിച്വലായിട്ട് ആത്മീയ വിഷയത്തിൽ ഒരു മനുഷ്യനെ നോക്കി നമ്മൾ പിതാവിൽ നിന്ന് വിളിക്കരുത്. തിരുമേനി എന്ന് വിളിച്ചാലും പിതാവിന് വിളിച്ചാലും ഒരേ കൺസെപ്റ്റാണ്. അപ്പം ഇതാണ് ഏറ്റവും വലിയ പാപം. എന്ന് മാത്രമല്ല, നമ്മൾ ഈ യാക്കോബ സഭയിലൊക്കെ പറയുന്നുണ്ട്, തിരുമേനി എന്നാണ് വിളിക്കുന്നത്. ഈ തിരുമേനി എന്ന് വിളിച്ചാൽ അവന് ദൈവം പോലെ ഇവനെ കാണുന്നതെന്ന് അർത്ഥം. ഇവൻ പാപിയല്ലേ എന്ന് ഇവൻ തന്നെ സാക്ഷ്യം പറഞ്ഞല്ലേ. അപ്പൊ പാപിയായിരിക്കും ഒരുവനെ ദൈവം എന്ന് മാത്രമല്ല സാറേ, ഈ മനുഷ്യരെല്ലാം ദ്രവിച്ചു പോകുന്നല്ലേ. ദൈവം ദ്രവിച്ചു പോകുമോ? ഇല്ല. അപ്പോൾ ഈ ദ്രവിച്ചു പോകുന്ന ഒരു മനുഷ്യനെ നോക്കി ദൈവമേ എന്ന് വിളിക്കുന്നതിനേക്കാളും വലിയ തെറ്റില്ല. അപ്പം നമ്മൾ ഈ ക്രിസ്ത്യൻ കൺസെപ്റ്റ്, ഞാനിപ്പോൾ അവരെ പറ്റി അല്ലല്ലോ പറയും, ക്രിസ്ത്യൻ കൺസെപ്റ്റ് നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം നല്ലവനാണ്. കാരണം കള്ളു കുടിക്കാത്തവർ നല്ലവനാണ് അല്ലേ, ഇമ്മൊറാലിറ്റി പോകാത്തവർ നല്ലവനാണ്, ആരുടെ കടം മേടിക്കാത്തവർ നല്ലവനാണ്. അപ്പം നമ്മൾ തന്നെ പറയും നമ്മൾ നല്ലവനാണെന്ന്. പക്ഷേ നമ്മൾ പാപം ചെയ്യുന്നില്ലല്ലോ. പക്ഷേ ഈ പാപം ചെയ്യുമ്പോഴോ മറ്റുള്ളവരെക്കാളും വലിയ പാപമല്ലേ ഇവിടെ ചെയ്യുന്നത്. അപ്പം ഈ കാര്യത്തിലാണ്. എന്നിട്ട് മാത്രമല്ല, യാക്കോബ സഭയിലാണെന്ന് തോന്നുന്നു പരിശുദ്ധ പിതാവ്. ഞാൻ ചോദിക്കട്ടെ, ഈ പരിശുദ്ധം എന്നുള്ള പദവിക്ക് ദൈവമല്ലാതെ ആരെങ്കിലും യോഗ്യനാണോ? എത്ര ഗുരുതരമായിരിക്കും തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഇപ്പം എന്നെ സാറ് വിളിച്ച ആ ദൈവമായി എനിക്ക് ദൈവം പോലെ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ ഒരു ആശുപത്രിയുടെ വളപ്പിൽ സുവിശേഷം ഇങ്ങനെ വ്യക്തിപരമായിട്ട് പോയി അവിടെ പ്രസംഗം ചെയ്യില്ല. അവരുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പോയപ്പോഴും ലോട്ടറി വിൽക്കുന്ന ഒരു പയ്യൻ, അവൻ വളരെ വളരെ ശരീരമെല്ലാം വളരെ ഒടിഞ്ഞ് ഉണങ്ങി ഇങ്ങനെ ആരോഗ്യമില്ലാത്തൊരു ഇവൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഇവനോട് ഞാൻ സംസാരിച്ചപ്പം ഞാൻ ചോദിച്ചോടാ, നീ ഒരു പരിചയം ആദ്യമായിട്ട് കേടാ. ഞാൻ ചോദിച്ചോടാ, നീ ആത്മഹത്യ ചെയ്യാൻ പോയിട്ടു? ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് കയ്യാക്കി ബ്ലേഡ് കൊണ്ട് ഞാൻ മുറിച്ചാൽ ശബ്ദമില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇവൻ അന്നങ്ങ് രക്ഷിക്കപ്പെട്ടു. ഇവൻ ഭയങ്കര ഇവൻ ആടും അങ്ങ് മാറി. ഇവൻ അങ്ങ് സന്തോഷം കൊണ്ട് അവിടെ പാട്ട് പാടി നടക്കാൻ തുടങ്ങി. ഞാൻ ഒറ്റ ശുശ്രൂഷയില്ല. ഇവൻ പറഞ്ഞു എനിക്കിനിയും ജീവിക്കണം. ഇവൻ എന്നോട് പറഞ്ഞു എനിക്കിനിയും ജീവിക്കണം. പിറ്റേ ദിവസം ഇവൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് പാസ്റ്റർ എൻ്റെ ദൈവം പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൺസെപ്റ്റ് നോക്കിയാൽ ഒരാൾ നമ്മളെ സഹായിച്ചാൽ പിന്നെ അവൻ ആ ദൈവമാണെന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞു അവൻ അറിയത്തില്ല, അവനൊരു ഹിന്ദു മതവിശ്വാസി. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഞാനല്ല ദൈവം, ഞാൻ നിന്നെപ്പോലെ ഒരു മനുഷ്യനാണ്. നിന്നെക്കാളും ശരീരത്തിൻ്റെ ആകാരങ്ങൾക്ക് മാറ്റമുണ്ടെങ്കിലും ഞാൻ നിന്നെപ്പോലെ ഒരു മനുഷ്യനാണ്. ദൈവം കർത്താവ് മാത്രമാണ് ഞാൻ പറഞ്ഞു. അവൻ അന്നേരം മനസ്സിലായത്. ഞാൻ പറഞ്ഞു കർത്താവിനല്ലാതെ ആരും ദൈവം എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞു. അവനെ വിശ്വസിച്ച് അവന് വലിയ സന്തോഷത്തോടെ ജീവിക്കുന്നു. അപ്പോൾ എല്ലാ മനുഷ്യനും അറിയപ്പെടാത്ത കാര്യമാണിത്.